الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فقد قال الله تعالى في القرآن المجيد: قل هل يستوي الذين يعلمون والذين لا يعلمون. ബഹുമാന്യ ഉസ്താദുമാർ, ജഡ്ജിമാർ, മറ്റു സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവ് ഒരു വിസ്മയ ലോകമാണ്. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കഴിച്ചു കൂട്ടുന്ന ഒരു മായാലോകം. 2 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന അറിവുശേഖരത്തിന് ശേഷം കുടുംബജീവിതത്തിലേക്കും സാമ്പത്തിക രംഗത്തേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് ഈ അറിവിനെ മുൻനിർത്തിയാണ്. ചുരുക്കത്തിൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നതും ഈ 2 പതിറ്റാണ്ട് കാലഘട്ടത്തിലാണ്. ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ തന്നെ അറിവിനെ പരാമർശിക്കുമ്പോഴും അതേ അറിവിനെ മുൻനിർത്തി മലക്കുകളോട് ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമ്പോഴും ഇസ്ലാം അറിവ് നൽകുന്ന പ്രാധാന്യം നമുക്ക് വ്യക്തമാണ്. ബഹുമാനികളെ, ലോകം കടന്നു വന്ന പാതകളെല്ലാം നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മുമ്പ് അറിവുള്ളവർ പടനയിച്ച ചരിത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അന്നും ഇന്നും എന്നും ഇസ്ലാമിക ചരിത്രത്തിൽ അറിവുള്ളവരെ ഈ സമൂഹം അംഗീകരിച്ചിട്ടുള്ളൂ. ഖുൽ ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുമ്പോഴും ഖാല ഇന്നല്ലാഹു അസ്തഫാഹു അലൈക്കും വസദഹു ബസ്സതൻ ഫിൽ ഇൽമി വൽ ജിസ്ം. തോലൂത്തിനെ രാജാവാക്കി തിരഞ്ഞെടുത്തതിൽ അല്ലാഹുവിനെ പ്രധാനമായി എടുത്തു പറയുമ്പോഴും ഇസ്ലാമിക ചരിത്രത്തിൽ അറിവിന്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാണ്. എങ്കിലും ഇസ്ലാമിക അറിവിൽ തീർത്തും പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഈ ലോകം കടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ മേഖലയിലും ഇന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളെയും ചരിത്രത്തെയും ചോദ്യം ചെയ്യുമ്പോൾ ഇസ്ലാമിക പണ്ഡിതർക്ക് ഇസ്ലാമിനുള്ള കടമകൾ കൂടുകയാണ്. ഒരു കാലത്ത് ബാബരി മസ്ജിദിനെ ചൊല്ലി കടന്നു വന്നവർ ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മിനാരങ്ങളെയും ലക്ഷ്യം വെച്ച് എന്തിനേറെ പറയുന്നു, ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന ഭാഗമായ കുത്തുബ് മിനാറിനെ പോലും ചോദ്യം ചെയ്യുകയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഇസ്ലാമിനെ പാടെ എടുത്തെറിയാൻ വേണ്ടി ഓരോ മുസൽമാന്റെ മൗലിക അവകാശങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ നാടിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന മുൻകൈ എടുത്തിറങ്ങുമ്പോൾ അറിവിന്റെ അറിവുകളുടെയും പ്രാധാന്യം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യം ഇന്ന് കൊതിക്കുന്നത് ഒരു യഥാർത്ഥ പണ്ഡിതനെയാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, മഹ്മൂദുൽ ഹസൻ ദിയൂബന്ദിയെ പോലെ, ഉമർ ഖാദിയെ പോലെ ബാത്തിലുകൾക്ക് മുന്നിൽ പതറാത്ത, ഇസ്ലാമിക ആശയങ്ങളെ അടിയുറക്കാത്ത ഒരു യഥാർത്ഥ പണ്ഡിതനെയാണ് ഇന്ന് ഈ രാജ്യത്തിന് ആവശ്യം. ബഹുമാനികളെ, ഇന്ന് ഈ രാജ്യം ഇത്രമേ സുന്ദരമായതിൽ പണ്ഡിതരുടെ പങ്ക് ചെറുതല്ല. ബ്രിട്ടീഷിന്റെ മുട്ടുറപ്പിച്ച ദയൂബന്ദി ഉലമാക്കളുടെയും ജോർജിന്റെ വെള്ളക്കൊട്ടാരത്തിൽ ഉറപ്പിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെയും കേരളത്തിൽ ചെറുതിരിപ്പിന്റെ ചരിത്രം സൃഷ്ടിച്ച ഉമർ ഖാദിയുടെയും ഭൂതകാല ചരിത്രമാണ് ഇന്ന് ഈ നാട് നമ്മോട് പറയാനുള്ളതെങ്കിൽ വർഗീയനാശേഷണി കളിയാടുന്ന ഈ ആധുനിക ഇന്ത്യയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ പാഠങ്ങളെ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ, ബാത്തിലിന്റെ കോട്ടകളെ തകർത്തെറിയാൻ സമൂഹത്തിനിടയിലേക്ക് നാം ഇറങ്ങണം. ഖുർആൻ പറഞ്ഞു വെച്ചതുപോലെ അവർ അവരുടെ അധികാരം ഉപയോഗിച്ച്, നേതൃത്വം ഉപയോഗിച്ച് ഈ ഇസ്ലാമിനെ പാടെ എടുത്തെറിയാൻ നോക്കുകയാണെങ്കിൽ വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഇസ്ലാമിക വിരോധികൾക്ക് നിശ്ചലമായി തോന്നിയാലും ശരി, ഈ ഇസ്ലാമിനെ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ അതിന്റെ പ്രഭയിൽ ഒട്ടും മങ്ങലില്ലാതെ രാജ്യത്തിന്റെ എന്നല്ല ലോകത്തിന്റെ ഓരോ കുടിലും കൊട്ടാരത്തിലും ചരിത്രത്തിലൂടെ കടന്നു വന്നതുപോലെ ഇസ്ലാമിക പണ്ഡിത മഹത്തുക്കളുടെ കൈകളേന്തി ഇസ്ലാം എത്തുക തന്നെ ചെയ്യും. കാരണം ഇത് അഖിലാണ്ട മണ്ഡലങ്ങൾ അടക്കി വരിക്കുന്ന നാഥൻ തമ്പുരാൻ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത മതമാണ്. ഈ ഇസ്ലാമിനെ ഇങ്ങനെ പരസ്യമായി നിന്ദിച്ചിട്ട് അവഗണിച്ചിട്ടും അവർ ഈ നാടിന്റെ നേതാക്കന്മാരെ നടക്കുന്നത് കണ്ട് ഒരു മുസ്ലിം സമൂഹം ഭയക്കേണ്ട കാര്യമില്ല. فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. അവർക്ക് കിട്ടുന്ന ജനസ്വീകാര്യതയും വോട്ടുമെല്ലാം കണ്ട് അവർ അന്താളിച്ചു നിൽക്കുമ്പോൾ അഖദ്നാഹും ബഅത, കൊടുന്നതിനെ നാം പിടികൂടുക തന്നെ ചെയ്യും. ഫൈദാഹും മുബ്ലിസൂൻ, പിന്നെ അവർക്ക് പരലോകത്തെന്നല്ല ഇഹലോകത്ത് പോലും അവർക്കൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. പ്രിയ സഹോദരന്മാരെ, ഈ അറിവെന്നുള്ളത് വലിയ മഹത്വമുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മനസ്സിനെ ശുദ്ധിപ്പെടുത്താനും നാഥൻ തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.